ഈസിന കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് മുന്തിരി വൈനാണ്. നല്ല ടേസ്റ്റോട് കൂടി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മുന്തിരി വൈൻ ഇന്നിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. മുന്തിരി വൈൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ 1.5 കിലോ മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. അത് അരമണിക്കൂറോളം ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അരമണിക്കൂർ വെച്ച് അതിന് ശേഷം 1-2 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്ത് വെള്ളം വാരാൻ വെച്ചിട്ട് പിന്നെ ഞാനൊരു പേപ്പറിൽ നന്നായിട്ട് പരത്തിയിട്ട് അങ്ങനെ വെള്ളമൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുള്ള മുന്തിരിയാണത്. നമ്മൾ ഒരു വെള്ളം പോലില്ല. ഇനി വെള്ളം പോയിട്ടില്ലെങ്കിൽ ഒരു ചെറിയൊരു കോട്ടൺ തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി. ഇനി ഇത് മാറ്റി വയ്ക്കാം. 1.5 കിലോ മുന്തിരിക്ക് 1.25 കിലോ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 4 ചെറിയ കഷ്ണം കറുകപ്പട്ട എടുത്തിട്ടുണ്ട്, ഒരു 6 കരയാമ്പൂവ്, കുറച്ച് ഈസ്റ്റ്, ഗോതമ്പ്. ഇത് 1.5 ലിറ്റർ വെള്ളമാണ്. 1.5 കിലോ മുന്തിരിക്ക് 1.5 ലിറ്റർ വെള്ളമായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലോണം തിളപ്പിച്ചിട്ട് അത് ചൂടാറിയതിൻ്റെ ശേഷമാണ് ഇത് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു കട്ടിയുള്ള പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിന് അതിലേത് പാത്രം ഉപയോഗിക്കുക, സ്റ്റീൽ പാത്രം, അലുമിനിയം പാത്രം, ഏത് പാത്രം ആയാലും കുഴപ്പമില്ല. പക്ഷെ അത് നല്ല വൃത്തിയുള്ള പാത്രമായിരിക്കണം. വൃത്തിയുള്ളതെന്ന് പറഞ്ഞാൽ വെള്ളം നനവൊന്നും ഇല്ലാണ്ട് ഇതിനായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ പാത്രങ്ങളും നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ടുണ്ടാവണം. ഇതിലിടുന്ന ഒരു കയ്യിൽ പോലും അങ്ങനെ ചെയ്തെടുക്കണം. അല്ലാണ്ട് വെള്ളം നനവ് ഉണ്ടായി കഴിഞ്ഞാൽ മുന്തിരിയൊക്കെ പൂപ്പിൽ കെട്ടി വേഗം നാശമാവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ സാധനങ്ങളും ഇതിനായിട്ട് കുപ്പിയാണെങ്കിലും ഭരണിയാണെങ്കിലും എന്ത് സാധനങ്ങളും ഇതിലേക്ക് എടുത്ത് വെച്ച മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കരയാമ്പൂവും കറുകപ്പട്ടി ഇട്ട് കൊടുക്കുക. ഇനി ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, തിളപ്പിച്ചാറിയ വെള്ളം. ഇനി നമ്മൾ ഈസ്റ്റും ഗോതമ്പും ഒന്നും ഇട്ട് കൊടുക്കണില്ല. ഇതൊക്കെ ഒന്ന് വെന്ത് വന്നതിൻ്റെ ശേഷം ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷമാണ് ഇത് ഇട്ട് കൊടുക്കണുള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ വേവിച്ചെടുക്കണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 21 ദിവസം അല്ലെങ്കിൽ ഒരു മാസം ഇങ്ങനെ മുന്തിരി ഇതേപോലെ തന്നെ ഇങ്ങനെ ഭരണിയിൽ ഇട്ട് വെച്ചാൽ ഇത് മുന്തിരി ഒന്നും പൊട്ടില്ല. പൊട്ടിയിട്ടില്ല വെച്ചെങ്കിൽ ആ മുന്തിരിയുടെ വൈനൊരു അവസാനം ഇങ്ങനെ കുത്തിയിട്ടുള്ള ഒരു ജ്യൂസ് മാത്രമല്ലേ വരുന്നുള്ളൂ. ഇതാവുമ്പോൾ ഒന്ന് നന്നായിട്ട് പൊട്ടി കിട്ടും. ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചാൽ ഒന്ന് പൊട്ടി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ തിളപ്പിച്ചെടുക്കുന്നത്. അതല്ല നേരിട്ട് ഇങ്ങനെ തിളപ്പിക്കാണ്ട് തന്നെ വെക്കുകയാണെങ്കിൽ ഈ മുന്തിരിയും പഞ്ചസാരയും കൂടിയിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല ഇങ്ങനത്തെ ഒരു കയ്യിൽ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. എന്നതിൻ്റെ ശേഷം ഭരണിയിൽ വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാണ്ട് നേരിട്ടിട്ട് അങ്ങനെ വെക്കുമ്പോൾ ഒരു മാസമായാലും മുന്തിരി അങ്ങനെ തന്നെ കെടുക്കും. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറിയ തീയിലൊന്ന് തിളക്കട്ടെ. അപ്പോൾ ഇതാ മുന്തിരിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫാക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് നല്ലോണം ചൂടാറട്ടെ. അപ്പോൾ നന്നായിട്ട് നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഇത് കട്ടിയുള്ള പാത്രമായ കാരണം ചൂടാറാൻ കുറച്ച് സമയം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഇപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ മുന്തിരിക്ക് നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട്. അത് ആ മുന്തിരിയൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടിയ കാരണം അതിൻ്റെ ഉള്ളിലത്തെ ആ കളറാണത്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് ഒരു ഭരണി എടുക്കാം. ഇവിടെ ഞാനൊരു ഭരണി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മുന്തിരി വൈനൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഭരണിയിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ചില്ല് കുപ്പി, അത് കുറച്ച് നമ്മൾ എത്രയാണ് അളവിനനുസരിച്ച് അതിനനുസരിച്ചിട്ടുള്ള വലിപ്പത്തിലുള്ള കുപ്പി എടുക്കാൻ നോക്കുക. കുപ്പി ഇല്ലെങ്കിൽ ഭരണി എന്തെങ്കിലും, അല്ലാണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലൊന്നും ഇത് ചെയ്തെടുക്കരുത്. ഈ ഭരണി തന്നെ ഞാൻ നന്നായിട്ട് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് കഴുകി വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുത്തതാണ്. ഒരു ലേശം പോലും വെള്ളം അതിലുണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ ഇതിലിടാനുള്ള കൈലുകൾ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ടുള്ളതാണ്. ഇനി ആ മുന്തിരി മുഴുവനും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഭരണിയിൽ ഒരു 1/4 ഭാഗമായിട്ടുള്ളൂ. നിറച്ചായിട്ട് ഉണ്ട് വെച്ചെങ്കിൽ വലിയ പാത്രമായിട്ട് എടുക്കണം. നമുക്കറിയാലോ ഇപ്പോൾ ഏകദേശം ഒരു ഭരണി എത്രത്തോളം അതിൽ കൊള്ളും, എത്ര ലിറ്റർ അതിൽ കൊള്ളും എന്നുള്ളത്. അപ്പോൾ ഇതൊരു 1/4 ഭാഗമായിട്ടുള്ളൂ ഇതിൻ്റെ. അങ്ങനെയാണ് വേണ്ടത്. അതല്ലാതെ ഇത് നിറച്ച് വരെ ആയിട്ടുണ്ട് വെച്ചെങ്കിൽ അത് ഒന്നും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ പതഞ്ഞ് വരുമ്പോൾ പുറത്തേക്ക് പോകും. ഇതിനായിട്ട് എടുക്കുമ്പോൾ എപ്പോഴും വലിയ ഭരണി അല്ലെങ്കിൽ വലിയ കുപ്പിയായിട്ട് എടുക്കാൻ നോക്കുക. ഇനി നേരത്തെ എടുത്ത് വെച്ച ഈസ്റ്റ് ഉണ്ടല്ലോ, ഒരു 1.5 ടീസ്പൂണ് ഈസ്റ്റാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഈ കയ്യിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നേരത്തെ മാറ്റി വെച്ച ഗോതമ്പ് ഉണ്ടല്ലോ, അത് ഞാൻ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു കിഴിയായിട്ട് കെട്ടിയിട്ട് വേണം ഇതിൽ ഇട്ട് കൊടുക്കാൻ. ഞാനൊരു കോട്ടൻ്റെ ഒരു തുണി കഷ്ണം എടുത്തിട്ടുണ്ട്. ഈ തുണി കഷ്ണമാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് ഗോതമ്പ് അതിലിട്ടിട്ട് കെട്ടാൻ നോക്കരുത്. ഇതൊക്കെ മുന്നേ തന്നെ ഈ തുണി കഷ്ണമൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെക്കണം. അതിൽ ഗോതമ്പ് ഇട്ട് കൊടുക്കുക. 3 ടേബിൾ സ്പൂണ് ഗോതമ്പ് ഉണ്ടാവും. ഇനി ഇതിങ്ങനെ ഒരു കിഴി പോലെ കെട്ടി കൊടുക്കുക. അധികം ഇങ്ങനെ ടൈറ്റ് ആക്കരുത്. ഇവിടെ കുറച്ച് ലൂസാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ടൈറ്റിൽ കെട്ടി കൊടുക്കുക. ഇതിന് അതിൽ ഗോതമ്പ് നേരിട്ട് തന്നെ ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ കെട്ടിയിട്ട് കിഴി പോലെ ആക്കിയിട്ട് അതിൽ ഇട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ കണ്ട ഇവിടെ നല്ല ലൂസിലിരിക്കുന്നുണ്ട്, ഇവിടെ നല്ല ടൈറ്റിലായിട്ട്. ഇനി ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി കയ്യിലുകൊണ്ട് ഇതൊന്ന് താഴ്ത്തി കൊടുക്കുക.
അതതിൽ അഴിഞ്ഞു പോയിച്ചിട്ട് പേടിക്കാനൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ഞാൻ നന്നായി മുറുക്കിയിട്ട് തന്നെ കെട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മൂടി വെച്ചിട്ട് ഒന്ന് അടയ്ക്കുക. ഇതിപ്പോൾ അത്ര ടൈറ്റിലല്ല, പുറത്തു കൂടെ എയറൊക്കെ പോകാനുള്ള ഒരു ഇതുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഒരു വൃത്തിയുള്ള ഒരു തുണി ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കണം. അതിൻ്റെ മേലെ ഇങ്ങനെ ഒരു വള്ളി വെച്ചിട്ട് ഇങ്ങനെ ടൈറ്റാക്കി കെട്ടി കൊടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ കെട്ടി വെച്ചത് 10ാം ദിവസമാണ് നമ്മളെ വൈനായിട്ട് കുടിക്കാൻ എടുക്കണമല്ലോ. ഇനി തുറക്കണത് 1.5 തുറന്നിട്ട് നമ്മളതൊന്ന് ഇളക്കി കൊടുക്കും. ഇളക്കി കൊടുത്തിട്ട് വീണ്ടും കെട്ടി വയ്ക്കും. അങ്ങനെ 1.5 ചെയ്യണം. 9ാം ദിവസം എടുത്തിട്ട് ഇത് അരിച്ചിട്ടാണ് പിന്നെ കുപ്പിയിലാക്കി വെച്ചിട്ട് പിറ്റേ ദിവസമാണ് വൈനായിട്ട് കുടിക്കാൻ എടുക്കണുള്ളൂ. ഇത് വെക്കുന്ന സ്ഥലം കുറച്ചൊരു ഇരുട്ടുള്ള സ്ഥലമായിട്ട് വെക്കാൻ നോക്കുക. വെളിച്ചം അധികം ഇല്ലാത്ത സ്ഥലത്തായിട്ട് അങ്ങനെ തന്നെ വെക്കാൻ നോക്കുക. ഇനി ഈ കയ്യിലൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി വെക്കണം. 1.5 ചെയ്യുമ്പോൾ ഇതുപോലെ ഉണക്കിയ കയ്യിൽ തന്നെ ഇതിലിടാൻ നോക്കുക. ഇനി ഇത് ഇരുട്ടുള്ളൊരു റൂമിലായിട്ട് കൊണ്ടുപോയി വെക്കുകയാണ്. നമ്മുടെ വൈന് 3ാമത്തെ ദിവസമാണ്. ഫസ്റ്റ് ദിവസം ഇളക്കിയിട്ട് പിന്നെ ഒരു ദിവസം ഒന്നും ചെയ്തിട്ടില്ല. ഇന്ന് 3ാമത്തെ ദിവസമാണ്. അപ്പോൾ വൈൻ എന്തായിന്നൊന്ന് തുറന്ന് നോക്കാം. ഇതൊക്കെ നന്നായിട്ട് ഇങ്ങനെ മുന്തിരിയൊക്കെ മേലക്കായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് വീണ്ടും പഴയതുപോലെ തന്നെ കെട്ടിയിട്ട് വയ്ക്കാം. ഇപ്പോൾ വൈന് 9 ദിവസമായി. ഇന്നേക്ക് 9ാം ദിവസം വൈകിട്ടാണ് ഇപ്പോൾ ഇത് എടുത്തു വെച്ചിട്ടുള്ളത്. ഇന്നേക്ക് 4 പ്രാവശ്യം ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ തവണ മാത്രമാണ് വീഡിയോയിൽ ഇളക്കി കൊടുക്കുന്നത് കാണിച്ചിട്ടുള്ളൂ. പിന്നെ വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളതൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഇനി വൈനൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇത് അരിച്ചിട്ട് കുപ്പിയിലാക്കാം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ മുന്തിരിയൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ നമ്മളിതിൽ ഇട്ട് വെച്ച ഗോതമ്പിൻ്റെയൊക്കെ കൂടിയുള്ള കിഴി അത് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതാ വൈന് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. ഒരു സ്റ്റീലിൻ്റെ ഡവറയിൽ ഞാൻ അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതൊക്കെ ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ വല്ല കോട്ടൺ തുണി വെച്ചിട്ട് പിഴിഞ്ഞെടുത്താലും മതി കേട്ടോ. ഞാൻ ഇപ്പോൾ അരിപ്പയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ മുന്തിരിയിലുള്ള എല്ലാതും തന്നെ നമ്മൾ തിളപ്പിച്ചപ്പോൾ തന്നെ ഇതിൽ പോന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നൊന്നും കിട്ടാനില്ല. ഇനി ഇത് നമുക്ക് വേറെ പിഴിഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതങ്ങനെ കളയാം. ഇനി ഇതിൽ ബാക്കിയുള്ളതും കൂടിയിട്ട് അതിലേക്ക് ഒഴിക്കുക. നമ്മൾ ഇത്രയും ദിവസം ഇന്നേക്ക് 9 ദിവസമായ കാരണമാണ് ഇത്രയും നല്ലൊരു വീര്യം കൂടിയുള്ള ഒരു മണം വരുന്നത്. ഇത് നന്നായിട്ട് ഇങ്ങനെ ഉടയ്ക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഇറ്റി വീഴുന്നത് മാത്രം എടുത്താൽ മതി. ബാക്കി കളയാം. ഇനി ഈ വൈന് ഈ കുപ്പികൾക്ക് ഒഴിച്ച് വയ്ക്കാം. ഒക്കെ നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചിട്ടുള്ള കുപ്പികളാണ്. അത്ര ഫുള്ളായിട്ട് നിറയ്ക്കണ്ട. അപ്പോൾ മുഴുവനായിട്ടും എല്ലാതും 3 കുപ്പിയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിനനുസരിച്ചിട്ട് കുറേശ്ശെ എടുത്തിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ വൈനൊക്കെ ഇതാ ഗ്ലാസ്സിലേക്ക് ആക്കിയിട്ടുണ്ട്. നല്ല കളറുണ്ട്. കളർ മാത്രമല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. ഇപ്പോൾ ക്രിസ്മസൊക്കെ അല്ലേ. അപ്പോൾ അത് കാരണം വൈൻ ഉണ്ടാക്കി. ഇനി വൈൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക. എളുപ്പത്തിൽ തന്നെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ നല്ല ടേസ്റ്റോട് കൂടിയ വൈന് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.